അപ്പോൾ ഇതിൽ 1.25 ഇഞ്ച് എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ ഇരട്ടി 2 ഇഞ്ചാണ് നമ്മളിവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരവണ്ണം 32 ഇഞ്ചാണ്. അപ്പോൾ അതിന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. 29 ഇഞ്ച് എടുത്താൽ മതി. എലാസ്റ്റിക് വയ്ക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഇപ്പോൾ നമ്മൾ 1.25 ഇഞ്ച് എലാസ്റ്റിക് വെച്ചപ്പോൾ 2 ഇഞ്ചാണ് ഇതിൽ വീതി കൊടുത്തിരിക്കുന്നത്. എത്ര എലാസ്റ്റിക് വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വീതി കൊടുക്കുക. ഇത് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇവിടെ ഒരു തയ്യലിടുക. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ വെച്ചിട്ട് ഒരു തയ്യലിടുക. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററും വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒരു തയ്യലിടുക. അതുപോലെ ഇവിടെ അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ 4 ജോയിൻറ്റിലും ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊരു തയ്യലിടുക. അപ്പോൾ ഇതേപോലെ ഈ തയ്യത്തുമ്പ് ഇതിനൊപ്പം വെച്ചിട്ട് അടിക്കുക. ഇനി അതിന് ശേഷം ഈ ബോട്ടത്ത് കൂടെ ഒരു തയ്യലും കൂടി ഇടാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിലും ഫിനിഷിങ്ങിൽ എലാസ്റ്റിക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ മുഴുവൻ വീഡിയോയ്ക്കായിട്ട് ചാനൽ സന്ദർശിക്കുക.